നമസ്കാരം, ഏഷ്യൻ കാഫിലേക്ക് സ്വാഗതം. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം 30/6/2024 മാവൂർ കെ പവിത്രൻ നഗർ STO ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻകാരോടുള്ള നിഷേധാത്മക നിലപാട് കാരണം പെൻഷൻ ആശ്രയിച്ചു കഴിയുന്നവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ജീവിത പ്രയാസം മാറ്റാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. PFI 18ാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ച് നടക്കുന്നതിന് മുന്നോടിയായി മാവൂരിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം മിനിമം പെൻഷൻ 9,000 രൂപയും CAയും അനുവദിക്കുക, PF നിയമം സമഗ്രമായി പരിഷ്കരിക്കുക, സൗജന്യ ചികിത്സ അനുവദിക്കുക, മുതിർന്ന പൗരന്മാർക്കുള്ള റെയിൽവേ കൺസെഷൻ പുനഃസ്ഥാപിക്കുക, PF പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങളും നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള പോരാട്ടത്തിന് രൂപം നൽകുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ കാനങ്കോട്ട് ഹരിദാസ്, M ധർമ്മജൻ, TP ഉണ്ണിക്കുട്ടി, PM രാജൻ ബാബു, KP വിജയൻ, ഓനാക്കിൽ അലി, ഭാസ്കരൻ നായർ, ചിറ്റടി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രൊവിഡന്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം 30-ാം തീയതി ഈ മാവൂർ STO ഹാളിൽ വെച്ച് നടക്കുകയാണ്. കഴിഞ്ഞ 10-20 വർഷമായി പ്രൊവിഡന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ അതിശക്തമായ പ്രക്ഷോഭ സമരം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനം അതിൽ തൊഴിലാളികൾക്ക് പെൻഷൻകാർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യം യഥാവസരം തരാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടി, ഇതിനെതിരായി ശക്തമായ പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രൊവിഡന്റ് പെൻഷൻകാർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യത്തെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ, മറ്റ് ട്രേഡ് യൂണിയനുകൾ അതിൻ്റെ ഗൗരവത്തിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഗൗരവത്തിലെടുത്ത് ഇത് അർഹതപ്പെട്ടവർക്ക് യഥാർത്ഥത്തിൽ നൽകേണ്ടതാണ് എന്നൊരു സമീപനം സ്വീകരിച്ച് ബന്ധപ്പെട്ട മുമ്പാകെ അവതരിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഗവൺമെൻറ് വേണ്ടത്ര ശ്രദ്ധിക്കാതെ വരുന്നതിനൊരു കാരണമാണ് എന്നാണ്